ഹലോ, എല്ലാവർക്കും ലിജിസ്കിച്ചൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ട പോലെ തന്നെ ഒരു ഇഡ്ഡലി റെസിപ്പി ആയിട്ടാണ്. സൂപ്പറായിട്ട് വളരെ സിമ്പിളായിട്ട് എങ്ങനെ നല്ല സ്പോഞ്ച് പോലത്തെ പഞ്ഞിക്കട്ട പോലത്തെ ഇഡ്ഡലി ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ് അളവാണ് എടുക്കുന്നത്. ഈ ഒരു ഗ്ലാസ് അളവിൽ മുഴുവനായിട്ട് ഞാൻ പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചരി എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മുടെ സാധാരണ പുട്ടിനൊക്കെ ഉപയോഗിക്കുന്ന അരിയില്ല അതിന്. അപ്പോൾ ഇത് പുഴുങ്ങൽ അരിയല്ലേ, പച്ചരിയാണ്. അപ്പോൾ ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണോ പച്ചരി എടുക്കുന്നത് അതിൻ്റെ നേർപകുതി നമ്മൾ ഉഴുന്നെടുക്കുക. അപ്പോൾ ഈ പച്ചരി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി. അപ്പം ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലെടുത്തുകൊണ്ട് ആ ഗ്ലാസ്സിൽ പകുതി ഉഴുന്നും എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് കുതിർത്ത് വെക്കാം. എപ്പോഴും നമ്മൾ എന്ത് ധാന്യങ്ങളായാലും കുതിർത്ത് വെക്കുമ്പോൾ കഴുകിയിട്ട് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള കച്ചറയൊന്നും നമ്മുടെ കുതിർത്ത് ഇരിക്കുമ്പോൾ അതിൽ പിടിക്കില്ല. അപ്പോൾ ഇതിനൊരു 2 മണിക്കൂറെങ്കിലും മിനിമം കുതിർക്കണം. അപ്പം നമുക്കിനി നന്നായിട്ട് കുതിർന്നതിന് ശേഷം ചെയ്യാം. അപ്പോൾ ഇപ്പോൾ 2-2.5 മണിക്കൂറോളം ഞാനിപ്പോൾ കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇനി നമ്മുടെ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എൻ്റെ വലിയ മിക്സി ആയതുകൊണ്ട് ഇത് മൊത്തത്തിൽ ഒരു തവണ തന്നെ അരക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ സ്പൂൺ കൊണ്ട്, ഇത് സാധാരണ ടേബിൾ സ്പൂണാണ്, ടേബിൾ സ്പൂൺ അളവ് പറയില്ല. അപ്പോൾ ഇതിൽ നിറയെ 4 തവണ ഞാൻ ചോറ് എടുക്കുന്നുണ്ട്. അപ്പോൾ 4 സ്പൂണ് ചോറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1 2 3 4. അപ്പോൾ 4 സ്പൂൺ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇപ്പം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് വെള്ളം പോരാന്നുണ്ടെങ്കിൽ ഈ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്താൽ മതി. അരക്കുമ്പോൾ കൂടുതൽ ആഡ് ചെയ്തെന്നാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് വേണ്ടത്. ദോശമാവിനേക്കാളും നന്നായിട്ട് കട്ടി കൂടിയിട്ട്, എന്നാൽ കേക്കിൻ്റെ ബാറ്ററിനേക്കാളും കുറച്ച് കട്ടി കുറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു തിക്നെസ്സിലെടുത്താൽ നാളെ രാവിലെ മാവ് പുളിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ തിക്നെസ് കൂടി കിട്ടും. അപ്പോൾ നമുക്കിനി ഇത് ഒരു 5 മണിക്കൂറെങ്കിലും പുളിക്കാൻ വേണ്ടി വെക്കണം. ഞാനിപ്പോൾ രാത്രിയാണ് വെക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ രാവിലെ ഇഡ്ഡലി ചൂടാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്, മാവ് നല്ല പതഞ്ഞ് നല്ല ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ ശരിക്കും അടുത്ത് നോക്കിയാൽ ഓരോരോ എന്താ പറയുക, ഹോൾസ് വീണ പോലെ പൊങ്ങിയിട്ടാണ് ഉള്ളത്. മറ്റൊന്നും ചേർത്തിട്ടില്ല. ഉഴുന്നും അരിയും അതുപോലെ തന്നെ ചോറും മാത്രം. അപ്പോൾ കണ്ട നല്ല ഹോൾസായിട്ട് പൊങ്ങിയിട്ടുണ്ട്. നല്ല സൂപ്പർ മാവാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഡ്ഡലി ചൂടാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഡ്ഡലി തട്ട് നമുക്കൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക, എണ്ണ പുരട്ടിയെടുക്കുക. കാരണം ഇഡ്ഡലി ഓവറായിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കുക. സോഫ്റ്റ് ഇഡ്ഡലി ആകുമ്പോൾ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ പാത്രവും നന്നായിട്ട് ഗ്രീസ് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് ഓരോ തവി ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്ര നിറയെ ഒഴിക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ചിലപ്പോൾ ഇത് പൊങ്ങുമ്പോൾ പുറത്തേക്ക് ചാടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യത്തേതിന് നിറയെ ഒഴിച്ച് ബാക്കിയെല്ലാം കുറച്ചിട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാത്തിലും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഓരോ തവണയും ചെയ്യുമ്പോൾ എണ്ണ പുരട്ടാൻ മറന്നുകൊണ്ട് കേട്ടോ. കാരണം ചിലപ്പോൾ പിന്നെ ഒട്ടിപ്പിടിച്ചിട്ട് ഇഡ്ഡലി നാശകോശമാവും. അപ്പോൾ നമ്മൾ ഇഡ്ഡലി എന്താ പറയുക, ബാറ്റർ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലി തട്ടിൽ നല്ല വെള്ളം ചൂടാകുമ്പോൾ മാത്രം ഇഡ്ഡലി തട്ടിലേക്ക് തട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റ് വേവിക്കാം. ഇത് 10 മിനിറ്റ് ഒരു ചെറുതീയിൽ വേവിച്ചാൽ മതി. മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഡ്ഡലി കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല പഞ്ഞിക്കട്ട പോലെയുണ്ട്. നല്ല ഹോൾസൊക്കെ വന്ന് നല്ല ശരിക്കും സ്പോഞ്ചി ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അതുപോലെ തന്നെ ഒരു ഒട്ടലോ ഒന്നുമില്ല, നമ്മളെ കൈക്കൊന്നും ഒട്ടിപ്പിടിക്കുന്ന വരെയില്ല. കറക്റ്റ് പാകത്തിലാണ് ഇഡ്ഡലി ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇഡ്ഡലി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ സ്പൂണിൻ്റെ ബാക്കോ അല്ല സ്പൂണിൻ്റെ മുന്നോ
കത്തി വെച്ചിട്ട് സൈഡൊന്ന് മെല്ലെ ഇങ്ങനെ വെടിയിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. സൈഡ് വെടിയിച്ച് കൊടുക്കുമ്പോൾ ഇഡ്ഡലി ഷേപ്പ്ലെസ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ചിലപ്പോൾ ഭയങ്കരത്തിൽ ഒട്ടിപ്പിടിച്ചിട്ട്, അപ്പോൾ ഇതുപോലെ സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇഡ്ഡലീൻ്റെ തട്ടുന്ന വേർപെടുത്തി എടുക്കാൻ പറ്റും. അപ്പോൾ കണ്ട പൊട്ടാതെ നല്ല പുറമാക്കുമൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇഡ്ഡലി മാവ് നിങ്ങൾ ഒരുമിച്ച് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, നല്ല പുളിച്ചു പോകും. അപ്പോൾ നമ്മുടെ നല്ല എന്താ പറയുക സ്ട്രെച്ചബിളായിട്ടുള്ള നല്ല ഇഡ്ഡലിയാണ്, നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. ഇത് അടുത്തുനിന്ന് കണ്ടോളൂ, നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പോഞ്ച് ആയിട്ട് ഉള്ളെല്ലാം നല്ല കേക്ക് മാതിരിയുണ്ട്. അപ്പം നല്ല സൂപ്പറായിട്ടുള്ള ഇഡ്ഡലി ഇട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിനി ഇഡ്ഡലി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല സ്പോഞ്ച് കട്ട പോലത്തെ ഇഡ്ഡലി കിട്ടും. അപ്പോൾ സാമ്പാറിൻ്റെ കൂടെയോ ചട്നിയുടെ കൂടെയോ ഇഡ്ഡലി പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കേണ്ടത് പറയണ്ടല്ലോ, എല്ലാവർക്കും അത് ഏകദേശം സാമ്പാറും ചട്നിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ.